ഡിഫൈൻ ചെയ്യാത്ത ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ ഓൾറെഡി ജാസ്മിന് ആവശ്യത്തിലധികം ഹേറ്റേഴ്സ് പുറത്തുണ്ട്. ഈ വീക്കെൻഡ് എപ്പിസോഡും കൂടി ആയപ്പോൾ അത് 100 അല്ല 1000 ഇരട്ടി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ ലാലേട്ടനോട് മോശമായി സംസാരിച്ചു, അതുപോലെ ചില എക്സ്പ്രഷനുകൾ കാണിച്ചു എന്നതാണ് പ്രേക്ഷകരെ ഒന്നടങ്കം ചൊടിപ്പിച്ചിരിക്കുന്നത്. ഈ വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് തന്നെ ഒരാഴ്ചയിൽ നടക്കുന്ന സംഭവങ്ങൾ, അതുപോലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടൽ, എന്ത് ചെയ്യരുത്, എന്തൊക്കെ ചെയ്യണം, അങ്ങനെ മൊത്തത്തിൽ ഒരു അനലൈസ് നടക്കുന്ന ദിവസങ്ങളാണ്. ലാലേട്ടൻ വരുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. ഷോ ആങ്കർ എന്ന നിലയിൽ അദ്ദേഹം അത് ചെയ്യാൻ ബാധ്യസ്ഥനുമാണ്. എല്ലാ സീസണിലും ഇതേ രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ആ സംഭവത്തെക്കുറിച്ചാണ്. എല്ലാ വീക്കെൻഡിലും ലാലേട്ടൻ എടുത്തു പറയുന്ന ഒന്നാണ് ഹൈജീൻ. അതുപോലെ ഇത്തവണ വീട്ടിൽ വസ്ത്രങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നതിനെ കുറിച്ച്, അതായത് ബെഡ്റൂമിൽ വസ്ത്രങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നതിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. ഡെൻ ടീമുകാരുടെ റൂം എന്താണ് ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് മറ്റുള്ള റൂമുകളിലേക്ക് ലാലേട്ടൻ എത്തുന്നത്. ഡെൻ ടീമിലുള്ള അൻസിബ ഇതിന് മറുപടിയായി പറഞ്ഞത്, റൂമിൽ വാരി വലിച്ചിട്ടിരിക്കുന്നത് മുഴുവൻ ജാസ്മിന്റെ ഡ്രസ്സും സാധനങ്ങളുമാണ്, ഒതുക്കി വെക്കാറില്ല എന്ന്. ഇത് ചോദ്യം ചെയ്ത ലാലേട്ടനോട് ജാസ്മിൻ ദേഷ്യത്തോടെ ഒട്ടും ബഹുമാനമില്ലാത്ത പോലെയാണ് സംസാരിച്ചതും അതുപോലെ മുഖഭാവവുമെല്ലാം ഉണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ ലാലേട്ടൻ തന്നെ അത് പറയുന്നുണ്ട്. ചോദിക്കുമ്പോൾ എന്താണ് ദേഷ്യം പോലെ കാണിക്കുന്നത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഞാൻ പറയുന്നതെന്ന്. അപ്പോഴും ജാസ്മിൻ തെറ്റ് അംഗീകരിക്കാനോ മാപ്പ് പറയാനോ ഒന്നും തയ്യാറായിരുന്നില്ല. ഇത് കണ്ടതും പ്രേക്ഷകരൊന്നടങ്കം കലിപ്പിലായി. ജാസ്മിൻ ലാലേട്ടനോട് ബഹുമാനക്കുറവ് കാണിച്ചെന്നും ഇത്രയും മോശപ്പെട്ട മത്സരാർത്ഥി ഇതുവരെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നില്ലെന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകളാണ് ജാസ്മിന്റെ ഈ പ്രവൃത്തിയെ ഇതിനോടകം വിമർശിക്കുന്നത്. ലാലേട്ടനെ പോലെ ഒരു മനുഷ്യന് മുൻപിൽ നേരെ നിന്ന് സംസാരിക്കാനുള്ള ക്വാളിറ്റി ജാസ്മിനില്ല. ബിഗ് ബോസ് ആയതുകൊണ്ടാണ് ജാസ്മിന് ലാലേട്ടനോട് സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നത് തന്നെ. മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ മത്സരാർത്ഥികളോടും ലാലേട്ടനോട് പോലും ഇത്രയും ബഹുമാനമില്ലാതെ പെരുമാറുന്ന ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. ലാലേട്ടൻ പറയുന്ന പോലെ ബേസിക് സിവിക് സെൻസ് ഒക്കെ വീട്ടിൽ നിന്ന് പഠിക്കണം, ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള മാനേഴ്സും പ്രതീക്ഷിക്കരുത്, ഇങ്ങനെയൊക്കെയാണ് പൊതുവെ പ്രേക്ഷകർ പറയുന്നത്. പേഴ്സണലി പറയുകയാണെങ്കിൽ ജാസ്മിൻ ചെയ്തത് തെറ്റാണെന്ന് തന്നെ പറയണം. ഒരാൾ തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അതിന് പകരം ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഇവിടെ ജാസ്മിൻ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു സോറി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ജാസ്മിന്റെ പെരുമാറ്റം കഴിഞ്ഞ ദിവസങ്ങളിലെ, അതായത് കഴിഞ്ഞ ആഴ്ചയിലെ പെരുമാറ്റം വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അതിലൊന്ന് അൻസിബയോട് ദേഷ്യപ്പെട്ടതാണ്. കിച്ചൺ ടീമിലായിട്ട് പോലും ഒരു പണിയെടുക്കുന്നില്ലെന്ന് അൻസിബ പറയുകയും ശേഷം വളരെ മോശമായ രീതിയിലാണ് ജാസ്മിൻ ഇതിനെതിരെ പ്രതികരിച്ചത്. എന്തായാലും ഈ സംഭവം കൂടി ആയതോടെ പ്രേക്ഷകരൊന്നടങ്കം ജാസ്മിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകരെ വെറുപ്പിച്ച് ജാസ്മിൻ അധികകാലം മുൻപോട്ട് പോകാൻ സാധിക്കില്ലെന്നാണ് ഭൂരിഭാഗം പറയുന്നത്.